Hi everyone, welcome back to Catalyst Education. So നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ ഓൺഗോയിങ് ആണ്. സോ ഈ ഒരു വീഡിയോയിൽ സാർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈസിലി ഒരു അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ആൽഗോരിതം എന്നുള്ളത് അല്ലേ. നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഫിനിറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം അല്ലേ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഫിനിറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ആൽഗോരിതം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ആൽഗോരിതം എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ ആൽഗോരിതത്തിൽ നമുക്ക് ഇൻപുട്ട് പ്രൊസീജിയർ ഉണ്ടാവാം, പ്രോസസ്സിംഗ് ഉണ്ടാവാം, കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക, ഒരു ആൽഗോരിതം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് അല്ലേ. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ആൽഗോരിതം വരുന്നുണ്ടാവുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോജിക്കൽ ഫ്ലോ ഓഫ് ദി പ്രോഗ്രാം അല്ലേ. നമുക്ക് കിട്ടുന്ന പ്രോഗ്രാം എങ്ങനെയാണോ അതിൻ്റെ ലോജിക്കൽ ഫ്ലോനനുസരിച്ചിട്ടായിരിക്കും ഓരോ ആൽഗോരിതവും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് ഇത്ര ഡിസ്റ്റൈൻഡ് ലിമിറ്റ് എന്നോ അല്ലെങ്കിൽ ഇത്ര പ്രീ ഡിഫൈൻഡ് ലിമിറ്റ് എന്നോ അല്ലെങ്കിൽ ഇത്ര സ്റ്റെപ്സ് മാത്രമേ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് ദ ഇൻഫിനിറ്റ് അല്ല, അഥവാ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ആവാം. ഫിനിറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. സോ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ആവാം എന്ന് പറയുന്നത് ആൽഗോരിതം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമതായിട്ട് നമുക്ക് ഇതിൽ പറയുന്നത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നതാണ് അല്ലേ. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൻ്റെ പിക്ചോറിയൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇവിടെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ എലമെൻറ്റും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എങ്ങനെയാണോ, നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഓരോ ഫ്ലോ ചാർട്ട് സ്ട്രക്ചറും അഥവാ ഓരോ ഡയഗ്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. വളരെ ഈസിയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അൽഗോരിതം എഴുതുക എന്നുള്ളത് അല്ലേ. സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻലി വരുന്നത് നമ്മുടെ ഫ്ലോ ചാർട്ടിൽ 4 റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുമാണ് ഈ ഒരു ടെർമിനൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് പാരലോഗ്രാം ആണ്. പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാനോ ഇനി അതിൽ നിന്ന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ നമ്മൾ പാരലോഗ്രാം യൂസ് ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത് പ്രോസസ്സിംഗ് ആണ് അല്ലേ. ഡാറ്റ പ്രോസസ്സ് ചെയ്യാം അഥവാ കാൽക്കുലേഷൻസ് ഉണ്ടാവാം, അതിന് റെക്റ്റാങ്കിൾ ആണ്. ഇനി എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് വേണമെങ്കിൽ അതിന് റോംബസ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഫ്ലോ ചാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈസിലി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് എനി 2 നമ്പേഴ്സ്. ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ആൽഗോരിതവും ഫ്ലോ ചാർട്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. നമുക്കറിയാം ഏതെങ്കിലും 2 നമ്പറിൻ്റെ സമ്മ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൈൻഡ് നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല. സോ ഒരു നമ്പറിനെ ഞാൻ എ ആക്കിയിട്ടും സെക്കൻഡ് നമ്പറിനെ ബി ആക്കിയും കൺസിഡർ ചെയ്തു. എന്നാൽ ഈ A+B ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുക, സമ്മ് കാണാൻ വേണ്ടി പറ്റുക. സോ ഇങ്ങനെയാണ് നമ്മൾ സമ്മ് കാണുക എന്നുള്ളത് നമുക്ക് ഈസിലി അറിയാം. എന്നാൽ ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2, നമ്മുടെ നമ്പർ 2 എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മ് കാണാൻ വേണ്ടിയുള്ള 2 നമ്പേഴ്സ് വേണം. സോ അതിനെ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്പറിനെ എ ആക്കിയിട്ടും സെക്കൻഡ് നമ്പറിനെ ബി ആക്കിയിട്ട് ഇൻപുട്ട് ചെയ്തു. ഇനി നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്പേഴ്സ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് കാണുക എന്നുള്ളതാണ്. സോ സമ്മ് കാണാനുള്ള ഇക്വേഷനും നമുക്കറിയാം, എന്താണ്, സം ഈക്വൽ ടു A+B ആണ്. സോ അവിടെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേഷനും ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്തു വെച്ച ആൻസർ നമുക്ക് എവിടെയുണ്ട്, നമ്മുടെ സമ്മ് എന്ന് പറയുന്നതിലുണ്ട്. ഇനി അതിന് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഔട്ട്പുട്ടിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ ഔട്ട്പുട്ടിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തിനെ പ്രിൻ്റ് ചെയ്യുക, നേരെ നമ്മൾ സമ്മിനെ പ്രിൻ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഈസിലി എന്ത് ചെയ്യുക, ഒരു സമ്മ് കാണാനുള്ള അൽഗോരിതം പ്രിപ്പയർ ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വളരെ ഈസിയാണ് അല്ലേ. എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക നമുക്കൊന്ന് നോക്കാം. സോ ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമുക്കറിയാം സ്റ്റാർട്ട്. സോ സ്റ്റാർട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെർമിനൽ എന്ന് പറയുന്ന സിമ്പിളാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതും, സ്റ്റാർട്ട് എന്ന് എഴുതും. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഇൻപുട്ടാണ്. ഇൻപുട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ, പാരലോഗ്രാം ആണ് അല്ലേ. സോ ഇൻപുട്ടിന് നമ്മൾ പാരലോഗ്രാം വരയ്ക്കും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതും ഇൻപുട്ട് A,B. ഇനി പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ്ങിന് നമ്മൾ റെക്റ്റാങ്കിൾ ആണ് യൂസ് ചെയ്യുക. സോ അതിൻ്റെ ഉള്ളിൽ പ്രോസസ്സിങ് ചെയ്തും സം ഈക്വൽ ടു A+B ആണ്. ഇനി വീണ്ടും നമുക്ക് എന്താ വരുന്നത്, ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പാരലോഗ്രാം വരയ്ക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നും എന്താണ്, പ്രിൻറ്റ് സം. ആൻഡ് ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാണ്. സോ
സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്താക്കും, വീണ്ടും ഇത് വരയ്ക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈസിലി ഒരു ആൽഗോരിതം ഫ്ലോ ചാർട്ടും പ്രിപ്പയർ ചെയ്യുക. വളരെ ഈസി മെത്തേഡാണ് അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നോക്കാം. അടുത്തത് ഒരു കണ്ടീഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളതാണ്. ടു ഫൈൻഡ് ദ ഹയസ്റ്റ് മാർക്ക് എമംഗ് 2 സ്റ്റുഡൻസ്. 2 സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്നും ആർക്കാണ് ഹയസ്റ്റ് മാർക്ക് എന്ന് കണ്ടെത്താനാണ്. ഈസിലി നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെപ്പ് നമ്പർ 1 അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനി 2 സ്റ്റുഡൻസ് ആണ്. സോ ഒരാളെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ സ്റ്റുഡൻറ്റ് 1 എന്നും രണ്ടാമത്തെ ആളെ സ്റ്റുഡൻറ്റ് 2 എന്നും കൊടുത്തു. ഇനി തേർഡ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ പ്രോസസ്സിംഗ് അല്ല, അഥവാ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ നമ്മൾ ഇതും ഇഫ് അവിടെ കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുക. ഇഫ് സ്റ്റുഡൻറ്റ് 1 ഗ്രേറ്റർ ദാൻ സ്റ്റുഡൻറ്റ് 2, സ്റ്റുഡൻറ്റ് 1 ആണ് സ്റ്റുഡൻറ്റ് 2വിനേക്കാളും വലുത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ പ്രിൻ്റ് ചെയ്യും. പ്രിൻറ്റ് ആരെ, സ്റ്റുഡൻറ്റ് 1. സ്റ്റുഡൻറ്റ് 1നെ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഇനി സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് എന്താണ്, എൽസ് ഇതല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 6ൽ നമുക്ക് ആരെ പ്രിൻ്റ് ചെയ്യാം, പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് 2. ആൻഡ് ഫൈനലാണ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാറുള്ളത്, നമ്മുടെ ആൽഗോരിതം പ്രിപ്പയർ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനും വളരെ ഈസിയാണ് അല്ലേ. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഫ്ലോ ചാർട്ടിന് വേണ്ടിയിട്ട് ഫ്ലോ ചാർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർട്ട് വരച്ചു അല്ലേ. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പാരലോഗ്രാം വരച്ചു. അതിൽ നമ്മൾ ഇൻപുട്ട് സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2 എന്ന് എഴുതി. ഇനി നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ല, ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പറഞ്ഞു വരയ്ക്കുന്നത് ഏതാണ്, റോംബസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ എഴുതും സ്റ്റുഡൻറ്റ് അല്ലേ, ഇഫ് സ്റ്റുഡൻറ്റ് 1 ഗ്രേറ്റർ ദാൻ സ്റ്റുഡൻറ്റ് 2. ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആരെ പ്രിൻ്റ് ചെയ്യും, നമ്മുടെ പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് 1നെ ചെയ്യും. എൽസ് ഇനി ഇത് ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആരെ പ്രിൻ്റ് ചെയ്യും, ആരാ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് 2. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പിങ്ങിൻ്റെ ഇത് ചെയ്യാറുള്ളത് അല്ലേ. വളരെ ഈസി മെത്തേഡാണ്. സോ ഇങ്ങനെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ആൽഗോരിതവും ഫ്ലോ ചാർട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആൽഗോരിതം ഫ്ലോ ചാർട്ടും എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.